ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ വളർച്ച കൈവരിച്ചതായി സാമ്പത്തിക സർവേ റിപ്പോർട്ട്. കേന്ദ്ര ബജറ്റ് അവതരണം ഞായറാഴ്ച. രാജ്യം ദീർഘകാലമായി നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പാതയിലാണ് സർക്കാരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കേരളത്തിന്റെ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. ക്ഷേമ പെൻഷനുകൾക്കും സ്ത്രീ സുരക്ഷാ പദ്ധതിക്കും കാർഷിക അനുബന്ധ മേഖലയ്ക്കും ബജറ്റിൽ പരിഗണന. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ ബീറ്റിംഗ് റിട്രീറ്റ് നടന്നു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിനിടയാക്കിയ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു. സമഗ്രവും സുതാര്യവുമായ അന്വേഷണം ഉറപ്പാക്കുമെന്ന് വ്യോമയാന മന്ത്രാലയം. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 2026 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ യഥാർത്ഥ GDP 7.4% വളരുമെന്ന് 2027 സാമ്പത്തിക വർഷത്തിൽ വളർച്ച 6.8 മുതൽ 7.2% വരെയാകാൻ സാധ്യതയുണ്ടെന്നും സാമ്പത്തിക സർവേ റിപ്പോർട്ട്. 2026-27 വർഷത്തെ കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് സാമ്പത്തിക സർവേ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. സാമ്പത്തിക സർവേ പ്രകാരം 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ വളർച്ച കൈവരിച്ചു. ആഗോളതലത്തിൽ സാമ്പത്തിക സമ്മർദ്ദങ്ങളും വ്യാപാര മേഖലയിലെ സങ്കീർണതകളും നിലനിൽക്കുന്നതായും സാമ്പത്തിക സർവേയിൽ പറയുന്നു. റെയിൽവേയുടെ അതിവേഗ ഇടനാഴികൾ 10 മടങ്ങ് വർദ്ധിച്ചു. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ആഗോളതലത്തിൽ രാജ്യം 3ാം സ്ഥാനത്തെത്തി. ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ് കേന്ദ്ര ബജറ്റ് അവതരണം. ജനകീയ ക്ഷേമ പദ്ധതി പ്രഖ്യാപനങ്ങളുമായി അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കേരളത്തിന്റെ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് തനത് നികുതി വരുമാനത്തിലും നികുതി ഇതര വരുമാനത്തിലും വർധനയുണ്ടായതായി മന്ത്രി പറഞ്ഞു. 1,82,972 കോടി രൂപയുടെ റവന്യൂ വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത്. 2,17,558 കോടി രൂപയാണ് അടുത്ത സാമ്പത്തിക വർഷത്തിൽ മൊത്തം റവന്യൂ ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. 34,586 കോടി രൂപയാണ് റവന്യൂ കമ്മി. 51,378 കോടി രൂപയുടെ പൊതുകടവും 19,384 കോടിയുടെ മൂലധന ചെലവുമാണ് 2026-27 സാമ്പത്തിക വർഷത്തിൽ കണക്കാക്കിയിരിക്കുന്നത്. ക്ഷേമ പെൻഷനുകൾക്ക് 14,500 കോടിയും സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി 3,820 കോടി രൂപയും ബജറ്റ് വകയിരുത്തി. സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനത്തിന് 454.81 കോടി രൂപ മാറ്റിവെച്ചു. അങ്കണവാടി വർക്കർമാർ, പ്രീ പ്രൈമറി അധ്യാപകർ, ആശാപ്രവർത്തകർ, സാക്ഷരതാ പ്രേരക്മാർ എന്നിവരുടെ വേതനം പ്രതിമാസം 1,000 രൂപ വർദ്ധിപ്പിച്ചു. വിശദാംശങ്ങൾ. അങ്കണവാടി ഹെൽപ്പർമാർക്ക് പ്രതിമാസ വേതനം 500 രൂപയും സ്കൂൾ പാചക തൊഴിലാളികൾക്ക് പ്രതിദിനം 25 രൂപയും വർദ്ധിപ്പിച്ചു. ശമ്പളവും പെൻഷനും നൽകാനായി KSRTCക്ക് പ്രതിമാസം 125 കോടിയോളം രൂപ നൽകും. തൊഴിലുറപ്പ് പദ്ധതിക്കായി 1000 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് 1,128.71 കോടി രൂപയും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 851.46 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയതായി ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികൾക്കുള്ള സൌജന്യ യൂണിഫോം വിതരണത്തിനായി 150 കോടി രൂപയും BPL വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പിന് 7.9 കോടി രൂപയും വകയിരുത്തി. വേഗറെയിൽ പദ്ധതി 4 ഘട്ടങ്ങളിലായി പൂർത്തിയാക്കും. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിച്ചു. MC റോഡ് വികസനത്തിന് കിഫ്ബി വഴി 5,317 കോടി രൂപയും സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് കിഫ്ബി മുഖേന 1,000 കോടി രൂപയും നൽകും. ശബരിമല മാസ്റ്റർ പ്ലാനിന് 30 കോടിയും കൈത്തറി മേഖലയ്ക്ക് 59 കോടി രൂപയും കശുവണ്ടി വ്യവസായ മേഖലയ്ക്ക് 56 കോടി രൂപയും നീക്കിവെക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കാർഷിക അനുബന്ധ മേഖലയ്ക്ക് 271.95 കോടി രൂപയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ജനറൽ പർപ്പസ് ഫണ്ട് 3,237 കോടിയും മെയിന്റനൻസ് ഫണ്ട് 4,316 കോടിയും പ്ലാൻ ഫണ്ട് 10,189 കോടിയും അനുവദിച്ചു. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ചവറയെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന റെയർ എർത്ത് കോറിഡോർ ചവറയിൽ സ്ഥാപിക്കും.
ഇതിലൂടെ 42,000 കോടി രൂപയുടെ നിക്ഷേപങ്ങളും 50,000 കോടിയുടെ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും. കാരുണ്യ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾക്ക് പുറത്തുള്ള കുടുംബങ്ങൾക്കായി ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും. രണ്ടാം കുട്ടനാട് പാക്കേജിന് 75 കോടി രൂപയും മേഖലയിലെ വെള്ളപ്പൊക്ക നിയന്ത്രണ പദ്ധതിയുടെ ആദ്യഘട്ടമായി 50 കോടി രൂപയും വകയിരുത്തി. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്കായി ലൈഫ് സേവർ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. അപൂർവയിനം രോഗങ്ങൾക്കുള്ള ചികിത്സാ പദ്ധതിയായ കെയറിൽ സ്പൈനൽ മസ്കുലാർ അട്രോഫി രോഗത്തിന് മരുന്ന് ലഭ്യമാക്കാൻ 30 കോടി രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാസർഗോഡ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിച്ചു. ധനകാര്യ ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് കൊച്ചിയിൽ ഫിനാൻസ് ടവർ സ്ഥാപിക്കും. കരാർ ദിവസവേതന ജീവനക്കാരുടെ പ്രതിദിന വേതനത്തിൽ 5% വർധനവ് വരുത്തി. തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും ഗ്രൂപ്പ് ഇൻഷുറൻസിനായി 15 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി പറഞ്ഞു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കുകയാണ്. നിലവിൽ +2 വരെയുള്ള സൗജന്യ വിദ്യാഭ്യാസമാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പുമായി ചേർന്ന് ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നു. സംസ്ഥാനത്തെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ക്ഷേമനിധി അംഗങ്ങളായ ലോട്ടറി തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ഇതുകൂടാതെ കേരളത്തിലെ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയാണ്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവശേഷിക്കുന്ന DA, DR ഗഡുക്കൾ പൂർണ്ണമായും നൽകും. ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകും. DA, DR കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും. ആദ്യ ഗഡു ബജറ്റ് വർഷം നൽകും. 12th പേ റിവിഷൻ കമ്മീഷനും പ്രഖ്യാപിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 മുതൽ നടപ്പാക്കും. സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിനും സർവ്വമേഖലയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും പരിഗണന നൽകുന്ന ബജറ്റാണ് ധനമന്ത്രി ഇന്ന് അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. സർക്കാർ കഴിഞ്ഞ 10 വർഷമായി നടപ്പാക്കാത്ത കാര്യങ്ങളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേന്ദ്ര പദ്ധതികൾ സ്വന്തം പേരിലാക്കിയാണ് സംസ്ഥാന ബജറ്റിൽ അവതരിപ്പിച്ചതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടി. പെൻഷൻകാരോടും സർക്കാർ ജീവനക്കാരോടും നീതി പുലർത്താത്ത ബജറ്റാണിതെന്ന് ഫെറ്റോ പ്രതികരിച്ചു. ഓരോ വിഭാഗത്തിന്റെയും ക്ഷേമം മുൻനിർത്തിയുള്ള പദ്ധതികളാണ് ഇന്നത്തെ ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചതെന്നും എന്നാൽ ഇതിനുള്ള ഫണ്ട് വക കൊള്ളിച്ചിട്ടില്ല എന്നും സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് ആകാശവാണി വാർത്തകളോട് പ്രതികരിച്ചു. ഓരോ സെക്ഷൻപ്പെട്ട പൗരന്മാരുടെയും ക്ഷേമം മുൻനിർത്തിക്കൊണ്ടുള്ള നിരവധി പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ പദ്ധതികളുടെയൊക്കെ പ്രഖ്യാപനം നടത്തുന്നതല്ലാതെ അതൊക്കെ ശരിയായി നടത്തിക്കെട്ടാനുള്ള ഫണ്ട് വക കൊള്ളിച്ചിട്ടില്ലതാനും. ബജറ്റിലെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഫണ്ട് വിന്യസിച്ച് ഒരു ബജറ്റ് കൊണ്ടുവരികയാണെങ്കിൽ അതൊരു മഹത്തരമായ ബജറ്റ് തന്നെയായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ ബീറ്റിംഗ് റിട്രീറ്റ് നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യം ദീർഘകാലമായി നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പാതയിലാണ് സർക്കാരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിഷ്കരണം, പ്രകടനം, പരിവർത്തനം എന്നതാണ് കേന്ദ്ര സർക്കാർ നയമെന്നും ന്യൂഡൽഹിയിലെ പാർലമെന്റ് സമുച്ചയത്തിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. देश लॉन्ग टर्म सॉल्यूशंस के मार्ग पर मजबूती के साथ कदम रख रहा है. हमारे हर निर्णय में राष्ट्र की प्रगति ये हमारा लक्ष्य है. हम टेक्नोलॉजी के साथ स्पर्धा भी करेंगे, हम टेक्नोलॉजी को आत्मसात भी करेंगे, लेकिन उसके साथ साथ हम मानव केंद्रीय व्यवस्था को जरा भी कम नहीं आंकेंगे. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിനിടയാക്കിയ ലിയർ ജെറ്റ് 45 വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തതായി വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം വേഗത്തിൽ പുരോഗമിക്കുന്നതായും സമഗ്രവും സുതാര്യവുമായ അന്വേഷണം ഉറപ്പാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ക്വാർട്ടർ ഫൈനലിൽ മേഘാലയയെ എതിരില്ലാത്ത 3 ഗോളിന് പരാജയപ്പെടുത്തിയാണ് കേരളം ക്വാർട്ടറിൽ പ്രവേശിച്ചത്. കേരളത്തിൽ സ്വർണ്ണവിലയിൽ കുതിപ്പ്. ഗ്രാമിന് 1080 രൂപ വർദ്ധിച്ച് 16,395 രൂപയും പവന് 1,31,160 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ വളർച്ച കൈവരിച്ചതായി സാമ്പത്തിക സർവേ റിപ്പോർട്ട്. കേന്ദ്ര ബജറ്റ് അവതരണം ഞായറാഴ്ച. രാജ്യം ദീർഘകാലമായി നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പാതയിലാണ് സർക്കാരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കേരളത്തിന്റെ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. ക്ഷേമ പെൻഷനുകൾക്കും സ്ത്രീ സുരക്ഷാ പദ്ധതിക്കും കാർഷിക അനുബന്ധ മേഖലയ്ക്കും ബജറ്റിൽ പരിഗണന.
77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ ബീറ്റിംഗ് റിട്രീറ്റ് നടന്നു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിനിടയാക്കിയ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു. സമഗ്രവും സുതാര്യവുമായ അന്വേഷണം ഉറപ്പാക്കുമെന്ന് വ്യോമയാന മന്ത്രാലയം. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.